മാജിക്കിലേക്ക് കടക്കുകയാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പോൾ കണ്ടത്. എൻ്റെ മാജിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നാലും ഈ മാജിക് വിജയിക്കുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് പരിപാടി ചെയ്യുന്നാലും രാവിലെ തന്നെ നമ്മുടെ യൂണിറ്റ് വാർഷികം തുടങ്ങിയപ്പോൾ ഉദ്ഘാടനം എന്നൊരു പ്രഥമ കാരണമുണ്ട്. ഈ മാജിക് തുടങ്ങുമ്പോഴും അതേപോലെയുള്ളൊരു എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉദ്ഘാടനം ചെയ്യണം. പരിപാടി കലാപരിപാടി തുടങ്ങിയാൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ എല്ലാം ബഹുമാന്യൻ നമ്മൾ ആദരിക്കുന്ന പന്നീർ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാർ പ്ലീസ് കം. നിഷ്കളങ്കത കൊണ്ടും സംസാരത്തിന് നിഷ്കളങ്കത കൊണ്ടും രാഷ്ട്രീയ പാടവത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ അഭിമാനം, നമ്മുടെ തന്നെ എംപിയുടെ അഭിമാനമായ പന്നീർ സാറിനെ എൻ്റെ ഈ ചെറിയ മാജിക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം തന്നെ ഒരു കുറിച്ചുകൊണ്ട് നമുക്ക് മാജിക് തുടങ്ങാം. സാർ വളരെ ഭംഗിയായി എൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ സാറ് കുറിച്ച് ഒന്ന് എല്ലാവരും നോക്കുക. ഞാൻ കൂട്ടിക്കെട്ടിട്ടുണ്ട്. കൂട്ടിക്കെട്ടി കഴിഞ്ഞപ്പോൾ ഒരറ്റ എന്താ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പറയില്ലേ? എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരെണ്ണത്തിന് നീളം കൂടുതലും ഒരെണ്ണത്തിന് നീളം കുറവാണ്. അതുകൊണ്ട് നമുക്ക് സാറിനെ കൊണ്ട് ഈ റിബൺ ഒന്ന് തുല്യത പാലിക്കണം. സാറിനെ കൊണ്ട് സാർ സമയം പിടിച്ചുകൊണ്ട് ആ റിബൺ ഒന്ന് കട്ട് ചെയ്ത് തരണം. ഞാൻ മര്യാദ ഇപ്പുറത്തോ ഇപ്പുറത്തോ വീഡിയോ. സാർ വളരെ ഭംഗിയായി റിബൺ കുറിച്ചിരിക്കുകയാണ്. എന്താ റിബൺ സംഭവിച്ചെന്ന് നോക്കട്ടെ. ഒന്നുകൂടെ വെക്കാം. സാർ വളരെ കൃത്യതയോടുകൂടി റിബൺ സമയം പിടിച്ച് സാർ കട്ട് ചെയ്തതാണ് അല്ലേ? ശരി, സാർ റിബൺ കിട്ടും. ലെവലാണോ? അല്ല അല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വീണ്ടും കട്ട് ചെയ്യണം. സാർ വീണ്ടും കട്ട് ചെയ്തു അല്ലേ? സാറിന് നമുക്കറിയാം, മലയാളികൾക്കറിയാം, ഇന്ത്യക്കാർക്കറിയാം. പക്ഷെ സാർ കട്ട് ചെയ്ത് വീണ്ടും ശ്രദ്ധിക്കുക. സാർ ഏറെ നേരം പണിപ്പെട്ടു. വീണ്ടും സാർ കട്ട് ചെയ്ത റിബൺ എന്ത് സംഭവിച്ചു? ലെവലാണോ? ലെവലാണല്ലേ? ശരി. ഇനി ഈ വേദിയിൽ നിന്ന് ഒരു മാന്യ വ്യക്തി കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കടന്നു വരും പ്ലീസ്. സാർ അവിടെ നിൽക്കുക.
സാർ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇറക്കാൻ. ഞാൻ ബൈജന്റെ ലഭിക്കുക. ഇനി ഒരു മെഡലുണ്ട്, അത് ഞാൻ സാറിനെ ലഭിക്കുകയാണ്. ഇനിയാണ് ഇവിടെ ഒരു മാച്ച്. കോഡ് വിട്ട് കോഡ് മാറ്റം. നമ്മൾ എല്ലാവരും കാണാറുള്ളതാണ് കോഡ് വിട്ട് കോഡ് മാറ്റം. സാറിനുള്ള സ്നേഹവും വൈദ്യുതിയുള്ള സ്നേഹവും അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സാറിന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഏതാണ്? വശത്തപ്പറ കെട്ടില്ലാത്തൊരു പണി. ശരി, വൈദ്യുതി കൊടുത്തിരിക്കുന്നതോ കെട്ടുള്ള പണി. വൈദ്യുതി ഇരിക്കുന്ന പെട്ടെന്ന് എല്ലാവരെയും നമ്മുടെ ഓടിച്ചൊന്ന് കാണിക്കുക. എന്താ സംഭവിച്ചത്? ഒന്ന് കൈയ്യോട് കെട്ടില്ല മാജിക് വിജയികൾ സാറിനായിരിക്കും പടം നോക്കുക. ഓക്കെ, താങ്ക് യു സാർ.